നമസ്കാരം, ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നോക്കാൻ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഈ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. റെഫ്യൂജി റൈറ്റ്സ് ദ ജെൻഡേർഡ് നേച്ചർ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുപോലെ ലോകത്തെമ്പാടും മിക്ക രാജ്യങ്ങളിലും ഈ പറഞ്ഞ ഇത്തരത്തിൽ എന്തെങ്കിലും വയലേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും വയലൻസുകളൊക്കെ ഒരുപാട് അധികം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ തന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ മറ്റ് അഭയാർത്ഥികളായിട്ട് മറ്റ് പല രാജ്യങ്ങളിലേക്കും രക്ഷപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്നാണെങ്കിൽ ഇപ്പം നല്ലൊരു ഇൻഫ്ലക്സ് ഓഫ് റെഫ്യൂജീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇന്ത്യയിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഓൾറെഡി തന്നെ ഈ പറഞ്ഞ പോലെ മ്യാൻമാറിൽ റോഹിംഗ്യയുടെ ക്രൈസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റോഹിംഗ്യാസ് ഈ പറഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ എത്നിക് ആയിട്ടുള്ള വയലൻസുകൾ അനുഭവിക്കുന്ന കാരണം ഇന്ത്യയിലേക്കൊക്കെ തന്നെ മ്യാൻമാറിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ലോകത്തെമ്പാടും ഇത്തരത്തിൽ റെഫ്യൂജികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജെൻഡേർഡ് മീൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ഡേറ്റാസ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എഡിറ്റോറിയൽ പേജിൽ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ റെഫ്യൂജി ക്രൈസിസ് അല്ലെങ്കിൽ ഇന്റർനാഷണലൈസേഷന്റെ പെർസ്പെക്റ്റീവ് പറയുന്നതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 IR പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 തന്നെ വരുന്ന ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഗവൺമെന്റ് സേസ് ക്രീമി ലെയർ നോട്ട് ആപ്ലിക്കബിൾ ടു SC/ST കോട്ട. ഇവിടെ റീസെന്റ് ഈ പറഞ്ഞ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ SC/ST വിഭാഗങ്ങൾക്കിടയിലും ഇനി മുതൽ ക്രീമി ലെയർ കൺസെപ്റ്റ് കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിലും കൊണ്ടുവരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്. അപ്പൊ അതിനെ നമുക്കൊരു ചെറിയൊരു പോയിന്റ് ആണ്, കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ളൂ. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഇത് നമ്മുടെ ബംഗ്ലാദേശിന്റെ ആ ഒരു ബോർഡർ ഏരിയാസിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തയിൽ വന്നിരിക്കുന്ന കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ ടോപ്പിക്കും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചാണ്. ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഗവൺമെന്റ് എടുത്തു പറഞ്ഞൊരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന. നമ്മുടെ വീടുകളൊക്കെ നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ അർബൻ ഏരിയാസിലേക്ക്, അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ റണ്ണിംഗ് ആയിട്ടിരുന്ന സ്കീം തന്നെയാണ്. അതിനൊന്ന് അപ്ഡേറ്റഡ് വെർഷനിൽ ഗവൺമെന്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 എന്നറിയപ്പെടുന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് വേർഷൻ ആയിട്ട് അറിയപ്പെടുന്ന കാരണം. സോ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂലുള്ള ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇത്രയും 4 ടോപ്പിക്ക് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഈ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ആ സെഷനിലേക്ക് തീർച്ചയായിട്ടും കിടക്കാം. സമയം കളയേണ്ട ഓരോ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഈ പറഞ്ഞ പോലെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. റെഫ്യൂജി റൈറ്റ്സ് ദ ജെൻഡേർഡ് നേച്ചർ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ടോപ്പിക് എന്തുകൊണ്ട് വായിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് പഠിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് റെഫ്യൂജീസ് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം അവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം. ഇവിടെ ഒന്ന് രണ്ട് നല്ല രീതിയിലുള്ള ഡേറ്റകൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ്, UNHCR എന്ന് പറയും. അതായത് ലോകത്തിൽ ഈ പറഞ്ഞ പോലെ ഈ റെഫ്യൂജീസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ് യുഎന്നിന്റെ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. അപ്പൊ UNHCRന്റെ കണക്കുകൾ പ്രകാരം ബൈ ദ എൻഡ് ഓഫ് 2023, ഈ കഴിഞ്ഞ 2023 വർഷം അവസാനം എടുത്ത് നോക്കുവാണെങ്കിൽ ലോകമെമ്പാടും എടുത്ത് നോക്കുമ്പോൾ 11.73 കോടി ജനങ്ങളാണ് ഇത്തരത്തിൽ ലോകത്തെ പലയിടങ്ങളിൽ, ഇപ്പൊ ഇന്ത്യ എന്നല്ല, അല്ലെങ്കിൽ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്നല്ല, മ്യാൻമാറിൽ നിന്നല്ല, ലോകമെമ്പാടും നോക്കുമ്പോഴേക്കും 11.73 കോടി ജനങ്ങളാണ് വേൾഡ് വൈഡ് ഹാഡ് ബീൻ ഫോഴ്സിബിളി ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു പെർസിക്യൂഷൻ. എന്തൊക്കെ കാരണങ്ങൾ കാരണമാണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് പറയുമ്പോഴേക്കും അവർ താമസിക്കുന്ന രാജ്യത്ത് നിന്ന് അവർക്ക് പലായനം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അവിടുന്ന് രക്ഷപ്പെടുന്ന ജീവനെങ്കിൽ പേടി മൂലം രക്ഷപ്പെടുന്ന ആളുകൾ. ഒരു അവിടുന്ന് പുറത്താക്കൽ അല്ലെങ്കിൽ അവിടുന്ന് അവർക്ക് രക്ഷപ്പെടേണ്ടി വരുന്ന പല കാരണങ്ങളാകാം. ഒന്നെങ്കിൽ പെർസിക്യൂഷൻ. ഇതാണ് മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഫ്യൂജീസിന്റെ പേരിൽ ആ ഒരു റോഹിംഗ്യ റെഫ്യൂജീസ് എന്ന് പറയുമ്പോഴേക്കും മ്യാൻമാറിൽ അവരവിടെ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. മതത്തിന്റെ പേരിൽ അവരവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. സോ റെഫ്യൂജി ക്രൈസിസ് ഒന്ന് പെർസിക്യൂഷൻ മൂലമാകാം, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്. ഇപ്പം പറയുവാണെങ്കിൽ റഷ്യ ഉക്രൈൻ വാർ മൂലം ഉക്രൈനിലൊക്കെ ഒരുപാട് പേര് പലായനം ചെയ്യുന്നുണ്ട്. അത് അവിടെ യുദ്ധത്തിന്റെ പ്രശ്നം കാരണമാണ്. കോൺഫ്ലിക്ട്, ഇസ്രായേൽ ഹമാസ് വാർ മൂലം അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പം പെർസിക്യൂഷൻ, കോൺഫ്ലിക്ട്, ദെൻ വയലൻസുകൾ, ആ രാജ്യത്ത് ഉണ്ടാകുന്ന വയലൻസുകൾ. ഇപ്പം പറയുവാണെങ്കിൽ ബംഗ്ലാദേശിൽ വയലൻസിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഓർ ഇവന്റ്സ് സീരിയസ്ലി ഡിസ്റ്റർബിംഗ് ദ പബ്ലിക് ഓർഡർ. അവിടുത്തെ പബ്ലിക് ഓർഡർ ഡിസ്റ്റർബ് ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള കലാപങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളെ അവിടുന്ന് പലായനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ 2023 അവസാനം
ലോകത്തിൽ എത്രത്തോളം റെഫ്യൂജീസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്? 11.73 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിന്റെ കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏകദേശം നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ഒരു കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷത്തോളം ആളുകൾ റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പല സമയങ്ങളിലായിട്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഇൻഡോ പാക് വാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ താഴെ നമ്മുടെ ശ്രീലങ്കയിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു ക്രൈസിസും കാര്യങ്ങളൊക്കെ നടന്ന സമയങ്ങൾ ഒരുപാട് പേര് ശ്രീലങ്കയിൽ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ പല സമയങ്ങളിലായിട്ട് ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിൽ റെഫ്യൂജീസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ നിലവിലെ കണക്കുകൾ പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെഫ്യൂജീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളിൽ 46,000 ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആസ് ഓഫ് January 31, 2022 46,000 റെഫ്യൂജീസ് ആണ് അസൈലം സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളായിട്ട് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അഭയം നൽകണം എന്ന രീതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 46,000 പേരുണ്ട്. ഇതിനകത്താണ് നമ്മൾ ജെൻഡർ ബേസ്, ഈ ടോപ്പിക് തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല സൂചിപ്പിക്കുന്നത്. ഈ 46,000 ആളുകളിൽ ഓൾമോസ്റ്റ് 46% ആരാന്നാ പറയുന്നത്? സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ നല്ലൊരു ശതമാനം, ഇതിനകത്ത് എബോന്ന് 50% മുകളിലല്ല, 46%. അത് 46 പറഞ്ഞാൽ ചെറിയൊരു സംഖ്യ ഒന്നുമല്ല, അപ്രോക്സിമേറ്റ്ലി ഹാഫ് നമുക്ക് പറയാനായിട്ട് പറ്റും. അത്രത്തോളം സംഖ്യ ആര് തന്നെയാണ്? സ്ത്രീകളും കുട്ടികളുമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം സ്ത്രീകളും കുട്ടികളുടെയും കാര്യത്തിൽ അവർക്ക് ഒരു ആംഗിളിലായിരിക്കത്തില്ല ഇത് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ കഴിയുന്നില്ല. അവരുടെ സേഫ്റ്റിയാണ് ഇവിടെ മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിവിടെ എടുത്തു പറയുന്നുണ്ട്. കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും കാര്യത്തിൽ ദേ ടെൻഡ് ടു ഗെറ്റ് എക്സ്പ്ലോയിറ്റഡ് ഇൻ മൾട്ടി ഡയമെൻഷണൽ വേസ്. പല കാര്യങ്ങളിൽ ഇവർ എക്സ്പ്ലോയിറ്റഡ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവരുടെ മെന്റൽ ഹെൽത്തിനെ വരെ അത് ബാധിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ എനിവേ ആ ഒരു കണക്ക് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലുള്ള റെഫ്യൂജീസിൽ 46% ആളുകളും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളൊരു കണക്ക് ഓർത്തിരിക്കുക. UNHCRന്റെ നിലവിലെ കണക്കുകൾ പ്രകാരം, UNHCRന്റെ നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓൾമോസ്റ്റ് എത്രത്തോളമാണ്? 46,000 ആളുകളാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെഫ്യൂജീസ് ആയിട്ട് കരുതപ്പെടുന്നത്. ഓക്കെ, അത് പോയിന്റും കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ പോയിന്റുകളൊക്കെ നമുക്ക് ചിലപ്പം ചില മെയിൻസിന്റെ ക്യാൻസസ് എഴുതുന്ന നേരത്ത് ഇത് പോയിന്റ് ആയിട്ട് വരും. അല്ലാണ്ട് ഈ ഡേറ്റാസ് പ്രിലിംസിനായിരിക്കത്തില്ല, കൂടുതൽ നമുക്ക് വേണ്ടി വരിക മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇപ്പൊ നമ്മൾ UN ഹൈ കമ്മീഷൻ HCR എന്ന് പറഞ്ഞല്ലോ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. ഈ കമ്മീഷനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. കാരണം ഈ പോയിന്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിനെ ഓർത്തിരിക്കാം. സോ UNHCR മെയിൻലി UNന്റെ ബോഡി തന്നെയാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ ബോഡി തന്നെയാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് റെഫ്യൂജീസ് വേൾഡ് വൈഡ്. ലോകമെമ്പാടുള്ള റെഫ്യൂജീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഹോം കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കാനൊക്കെ തന്നെ സഹായിക്കുന്ന വർക്ക് ചെയ്യുന്ന ഏജൻസിയാണ് UNHCR. ഇവരുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജനറൽ അസംബ്ലി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻ 1950. 1950 UNHCR എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം ഓർക്കുക. എസ്റ്റാബ്ലിഷ് ഓൺ ദ ആഫ്റ്റർമാത്ത് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറഞ്ഞ ലോകത്തെമ്പാട് ഒരുപാട് ക്രൈസിസ്, ഒരുപാട് റെഫ്യൂജീസ് ഉണ്ടാകുകയുണ്ടായി. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1950 UN എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇത് ഇന്നൊരു ലോകത്തെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവർക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അത് പ്രിലിംസിനൊക്കെ ഓർത്തിരിക്കുക. 2 തവണ 1954-ലും 1981-ലും സമാധാനത്തിനുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി നോബൽ പ്രൈസ് ഫോർ പീസ്, നോബൽ പീസ് പ്രൈസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. UNHCRന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. UNന്റെ മിക്ക ഓർഗനൈസേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ തന്നെയാണ്, ജനീവ സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ്. എല്ലാ എന്ന് പറയുന്നില്ല, മിക്ക ഓർഗനൈസേഷനും. ഓക്കെ, ഇനി ഓർത്തിരിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് റെഫ്യൂജീസിന്റെ ഡെഫിനിഷൻ ആണ്. നമുക്കൊരു മെയിൻസിന്റെ ആൻസർ എഴുതുമ്പോൾ ആവശ്യമായിട്ട് വരും. റെഫ്യൂജീസിന്റെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ these are individuals who have fled their home countries due to severe threats to their life, physical safety or freedom requiring international protection. അതായത് അവരുടെ സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത ആളുകളാണ്. എന്തിൻ്റെയൊക്കെ പേരില്ല? ഫിസിക്കൽ സേഫ്റ്റി കൺസേൺ ചെയ്തോ, ഫ്രീഡം, റിക്വയറിംഗ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത ആളുകളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഔട്ട് ഓഫ് പെർസിക്യൂഷൻ ആകാം, ആർമഡ് കോൺഫ്ലിക്റ്റ് ആകാം, വയലൻസ് ആകാം, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പബ്ലിക് പൊളിറ്റിക്കൽ അൺട്രസ്റ്റുകളൊക്കെ തന്നെ അതിന് കാരണങ്ങളാകാം. ഇനി ഇത്തരത്തിൽ UNHCR ഉണ്ടല്ലോ, ഈ UNHCR പ്രകാരം ഓരോ രാജ്യങ്ങളും സൈൻ ചെയ്യുന്ന ഒരു കൺവെൻഷനാണ് 1951 റെഫ്യൂജി കൺവെൻഷൻ. അതായത് എല്ലാ രാജ്യങ്ങളും നിർബന്ധമായിട്ട് സൈൻ ചെയ്യണമെന്ന കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത് സൈൻ ചെയ്തിട്ടില്ല. ഇതാണ് മെയിൻലി ഓർത്തിരിക്കേണ്ടതും പ്രിലിംസിന് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഈ 1951 റെഫ്യൂജി കൺവെൻഷൻ പ്രകാരമാണ് UNHCR ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും രാജ്യം ഈ കൺവെൻഷൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UNHCR പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നാളെ ഒരു റെഫ്യൂജി നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നമുക്ക് പറ്റത്തില്ല. അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും, തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും പറയുവാണ് ഈ റെഫ്യൂജി കൺവെൻഷൻ അത് സൈൻ ചെയ്തിട്ടില്ല, ഇന്ത്യയും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കാം. ഈ കൺവെൻഷനും ഉണ്ട്, അതേപോലെ ഇതിന്റെ മറ്റൊരു നിയമമാണ് 1967 പ്രോട്ടോകോൾ. ഓക്കെ, ഈ 2 കാര്യങ്ങളും ആര് സൈൻ ചെയ്തിട്ടില്ല? ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ഇന്ത്യ ദ ടേം റെഫ്യൂജീസ് ഇസ് നോട്ട് ലീഗലി
ഡിഫൈൻഡ്. കാരണം ഈ റെഫ്യൂജി എന്നുള്ള നമ്മൾ ഈ പഠിച്ച ഡെഫിനിഷൻ നൽകുന്നത് ഈ കൺവെൻഷനകത്തൊക്കെ തന്നെയാണ്. ഇന്ത്യ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ലാത്ത കാരണം ഇന്ത്യയിൽ പ്രോപ്പർ ആയിട്ട് റെഫ്യൂജിന് ഒരു മാനദണ്ഡം നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് ഇന്ന രീതിയിൽ വന്നയാണ് ഇന്ന റെഫ്യൂജിയാണ് എന്ന് ഇന്ത്യയിൽ പറയാറില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തേക്കാം, ഇന്ത്യയിലെ റെഫ്യൂജീസിനെ നമ്മൾ അടുപ്പിക്കാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തെറ്റാണ്. നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ പരിഗണന എല്ലാവർക്കും തന്നെ കൊടുക്കാറുണ്ട്. ആവശ്യമെങ്കിൽ ഇവർക്ക് ഇവരുടെ സ്വന്തം രാജ്യത്തെ പ്രശ്നമാണെങ്കിൽ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു അഭയം നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇന്ത്യയിലേക്ക് വന്ന ആളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് തെറ്റാന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഇന്ത്യ ഇതിൽ സൈൻഡ് അല്ല. 1951 റെഫ്യൂജി കൺവെൻഷനോ അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ 67 അതിന്റെ പ്രോട്ടോകോളിലോ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. സൈൻ ചെയ്യാത്തത്തോളം കാലം നമുക്കതിന് നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ബാധ്യതയില്ല. നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ പരിഗണന കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കാം. സോ അത്രയാണ് മെയിൻലി ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഏതൊക്കെ സമയത്താണ് ഇന്ത്യ ഇത്തരത്തിൽ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ടൈമുകൾ നമുക്ക് പറയാം. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ 1947 ആ പാർട്ടീഷൻ സമയത്ത് പാകിസ്ഥാനിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു എക്സാമ്പിൾ പറയാം. പിന്നെ ബംഗ്ലാദേശിന്റെ ആണെങ്കിൽ ലിബറേഷൻ വാർ 1971 ആ ഒരു വാറിന് ശേഷമുള്ള ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയത്. ആ ഒരു വാറിന്റെ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ കാരണവും ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീലങ്കയിൽ സിവിൽ വാർ രൂക്ഷമായ സമയം 83 to 2009 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ തമിഴ്നാട്ടിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം നമ്മൾ സ്വീകരിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ശാന്തമായതിനു ശേഷമാണ് നമ്മൾ അവരെ തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്കൊക്കെ തന്നെ തിരികെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യാൻമാറിൽ നിന്ന് റോഹിംഗ്യ ക്രൈസിസ് എന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ പരിഗണന നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാണിക്കാത്ത ഒന്നും തന്നെ ഇരുന്നിട്ടില്ല. പക്ഷെ ഓർക്കണം, നാളെ ഒരു റെഫ്യൂജി ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ത്യ ഇവർ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം ബിക്കോസ് നമ്മൾ UNHCRന്റെ ആ റെഫ്യൂജി കൺവെൻഷനോ അതിന്റെ പ്രോട്ടോകോളോ സൈൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇനി എല്ലാം നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്. എന്തുകൊണ്ട് ഇന്നത്തെ ശരിക്കും എഡിറ്റോറിയൽ നോക്കുമ്പോഴേക്കും രണ്ടാമതൊരു ആർട്ടിക്കിൾ സെൻസസുമായിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പത്തെ പലതവണ DNA ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. സെൻസസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ കണ്ടക്ട് ചെയ്തില്ല. ഇതുവരെ കണ്ടക്ട് ചെയ്യുന്ന ലാസ്റ്റ് 2011 കണ്ടക്ട് ചെയ്യേണ്ടത്. 2021 കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് കോവിഡ് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതുവരെയും കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് നടക്കാത്ത വലിയൊരു പ്രശ്നമാണ്. കാരണം സെൻസസ് നടന്നെങ്കിലേ ഉള്ളൂ ഇവിടെ എത്രമാത്രം ജനസംഖ്യ പ്രോപ്പർ ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ജെൻഡർ വൈസ് ഫീമെയിലും മെയിലും എത്രത്തോളം അറിയാൻ പറ്റുള്ളൂ. റൂറലും അർബൻ ഏരിയസിൽ എത്രത്തോളം ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ സർക്കാരിന് നന്നായിട്ട് സ്കീമുകൾ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ഐ മീൻ ഇവിടെ എത്രത്തോളം സ്ത്രീകളുണ്ട് എന്നുള്ള അറിഞ്ഞെങ്കിലേ ഉള്ളൂ അവരുടെ ഈ പറഞ്ഞ പോലെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സ്കീമുകളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷനിലെ പ്രായമായ ആൾക്കാർ കൂടുതലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് സെൻസസ് നടപ്പാക്കണം എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പല കുറി നേരത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഒരു ആർട്ടിക്കിളായിട്ട് ഇതിനകത്ത് എടുക്കാതിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ഗവൺമെന്റ് സേസ് ക്രീമി ലെയർ നോട്ട് ആപ്ലിക്കബിൾ ടു SC/ST കോട്ട. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കഴിഞ്ഞ DNA ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിലവിലെ ക്രീമി ലെയർ എന്ന് പറയുന്നത് ആരുടെ കാര്യത്തിൽ മാത്രമാണ് ആപ്ലിക്കബിൾ? OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. OBCസിന് മാത്രമാണ് നിലവിൽ ക്രീമി ലെയർ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത്. അതായത് 8 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെയാണ് ക്രീമി ലെയർ പരിധിയിൽ വരുന്നു എന്ന് പറയുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനുവലി ഏൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ OBCയുടെ യാതൊരുവിധ റിസർവേഷനും കിട്ടത്തില്ല. അവരൊരു ജനറൽ കാറ്റഗറി ആയിട്ട് തന്നെ കരുതും. മറ്റേത് ഈ പറഞ്ഞ പോലെ 8 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമ്മുടെ ആനുവൽ വരുമാനമെങ്കിൽ നമ്മൾ നോൺ ക്രീമി ലെയർ പരിധി വരും. നമുക്ക് OBCയുടെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിലവിൽ OBC എന്നുള്ള മീൻസ് നിലവിൽ ക്രീമി ലെയർ എന്നുള്ള കാറ്റഗറി എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? OBCയിൽ മാത്രമേ ഉള്ളൂ. ആ ക്രീമി ലെയർ എന്നുള്ള പരിധി അല്ലെങ്കിൽ ആ ക്രീമി ലെയർ എന്നുള്ള കൺസെപ്റ്റ് എങ്ങോട്ടേയും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. SC/STയിലേക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന രീതിയിലേക്ക് ഇവിടെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ ഒക്കെ ആണെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസെന്റ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി മുതൽ ആ ഒരു ക്രീമി ലെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് തൽക്കാലത്തേക്ക് SC/ST വിഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയാണ് ഇതിനകത്ത് വാർത്ത. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിലവിൽ ക്രീമി ലെയർ കൺസെപ്റ്റ് എവിടെ മാത്രമേ ഉള്ളൂ? OBCയിൽ മാത്രമേ ഉള്ളൂ. ലിമിറ്റ് 8 lakhs ആണ്. പെർ ആനം ആനുവലി 8 lakhs ആണ് ഇതിന്റെ ലിമിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ട ഈ ക്രീമി ലെയർ കൺസെപ്റ്റ് ഏത് കേസിലൂടെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? അത് നമ്മൾ അന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ദിര സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1990 ഉണ്ടായിരുന്ന ആ ഒരു ഇന്ദിര സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലൂടെയാണ് ഇവിടെ ക്രീമി ലെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് രംഗത്തേക്ക് വന്നെന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അത്രയും കാര്യം ഓർത്താൽ മതി. ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിട്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, എന്താണ് ക്രീമി ലെയർ, ഏത് കേസിലൂടെയാണ് ക്രീമി ലെയർ കൺസെപ്റ്റ് വന്നത്, നിലവിൽ ഏത് വിഭാഗങ്ങൾ മാത്രമാണ് നടപ്പാക്കാൻ തുടങ്ങിയ കാര്യങ്ങളെന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം.
MHA, Ministry of Home Affairs. Ministry of Home Affairs creates committee to monitor the safety of Indians and minorities in Bangladesh. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. അതായത് റീസെന്റ് പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികളൊക്കെ ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബോർഡർ ഏരിയാസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു യോഗമൊക്കെ തന്നെ സർക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഫോഴ്സുകളെ കുറിച്ചിട്ട്. സോ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതാണ് നമുക്ക് പ്രിലിംസിന് ആവശ്യമുള്ളത്. CAPF ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. ഇന്ത്യയിലെ ഒരു പ്രീമിയർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് CAPF. ഈ CAPF എന്ന് പറഞ്ഞാൽ ആക്ച്വലി 7ഓളം ഫോഴ്സുകളുടെ ഒരു കോമ്പിനേഷനാണ്. 7ഓളം ഫോഴ്സ് ഈ താഴെ തന്നിരിക്കുന്ന ആസാം റൈഫിൾസ്, BSF, CISF, CRPF, ITBT, NSC, SSB ഇങ്ങനെയുള്ളൊരു 7ഓളം ഫോഴ്സുകളുടെ കോമ്പിനേഷൻ ആണ് ഇത് CAPF എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് ഓരോ ഫോഴ്സ് നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും പണ്ട് കാലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് അറിയപ്പെടുന്നതാണ് ആസാം റൈഫിൾസ്. 1885, ഓൾമോസ്റ്റ് 1885, അപ്രോക്സിമേറ്റ്ലി 1885 കാലഘട്ടത്തിലാണ് ഇത് രൂപീകരിച്ചത്. 1885 എന്ന് പറയുമ്പോൾ ആരുടെ കാലഘട്ടത്തിലാണ്? ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിലാണ് ഇത് രൂപീകരിച്ചത്. അന്ന് ബ്രിട്ടീഷേഴ്സ് അവരുടെ തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെ ട്രൈബൽ ആൾക്കാർ വന്ന് റെയ്ഡ് ചെയ്ത് കൊള്ളയടിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ടൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു വിഭാഗമാണ് ആസാം റൈഫിൾസ്. ശരിക്കും പറഞ്ഞാൽ ഇന്നും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലകളിലൊക്കെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ആസാം റൈഫിൾസ്. ഓക്കെ, രണ്ടാമതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്നിപ്പോൾ വാർത്തയിലുള്ളത് BSF എന്ന് പറഞ്ഞ ഫോഴ്സ് കൃത്യമായിട്ട് നമുക്ക് കാവൽ സുരക്ഷ ഒരുക്കുന്നത് ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ തന്നെ ബോർഡേഴ്സിലാണ്. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് 1965 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദേ ആർ പാരാമിലിറ്ററി ഫോഴ്സ് ചാർജ് വിത്ത് ഗാർഡിംഗ് ഇന്ത്യസ് ലാൻഡ് ബോർഡേഴ്സ് വിത്ത് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ബോർഡറും ബംഗ്ലാദേശിന്റെ ബോർഡറും കാത്തു സൂക്ഷിക്കുന്ന ആരാണ്? BSF ജവാന്മാരാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരെണ്ണമാണ് CISF അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇവരാണ് സർക്കാരിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. ഈ PSUസിനൊക്കെ തന്നെ കാവൽ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനൊക്കെ അണ്ടർടേക്കിംഗ്സിനൊക്കെ തന്നെ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നവരാണ് CISF ആണ്, മേജർലി പറയുവാണെങ്കിൽ. പിന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് CRPF ആണ്. മെയിൻലി പറഞ്ഞ പോലെ ഇവർ പല കാര്യങ്ങളിൽ മെയിൻലി പറയുവാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ, അതേപോലെ സെക്യൂരിറ്റി, VIP സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമായിട്ടും മിക്ക റോളുകളും CRPFനുണ്ട്. പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് പറയുവാണെങ്കിൽ, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, ഇന്ത്യയുടെയും ടിബറ്റിന്റെയും ഈ പറഞ്ഞ പോലെ ബോർഡർ ഏരിയാസ് കാത്തു സൂക്ഷിക്കുന്ന ITBT ഉദ്യോഗസ്ഥരാണ്. ദെൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, NSC ഉദ്യോഗസ്ഥർ, നമ്മുടെ VIPകൾക്കൊക്കെ തന്നെ വേണ്ടിയിട്ട് സുരക്ഷകളും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് NSC ഗാർഡുകളാണ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളാണ് അതിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സശസ്ത്ര സീമാ ബൽ, SSB എന്ന് പറയും. SSB ബേസിക്കലി 1963 തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇതെല്ലാം ഏറെക്കുറെ ഓൾമോസ്റ്റ് സിമിലർ പീരീഡ് ആണ്. എക്സെപ്റ്റ് ആസാം റൈഫിൾസ് 1885 പോകും. ബാക്കിയൊക്കെ ഏകദേശം ഈ 1960s 70s ആ ടൈം പീരിയഡിലൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. SSB പ്രധാനമായിട്ടും സുരക്ഷ ഒരുക്കുന്നത് നമ്മുടെ ബോർഡർ ഏരിയാസ്, ഇന്റർനാഷണൽ ബോർഡർ ഏരിയസ് അക്രോസ് ഉത്തരാഖണ്ഡിന്റെ ബോർഡർ ഏരിയ, മീൻ നേപ്പാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ബോർഡർ ഏരിയാസിലാണ്. ഇതിൽ ഉത്തരാഖണ്ഡ് UP ഒക്കെ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ നേപ്പാൾ ഭാഗങ്ങളൊക്കെ ആയിട്ട് കയറി വരും, അല്ലെങ്കിൽ ടിബറ്റിന്റെ ചെറിയ ചെറിയ പോർഷൻസിലേക്ക് കയറി വരും. ഇത്തരത്തിലുള്ള ഈ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ് ഇവിടങ്ങളിലൊക്കെ തന്നെ റിമോട്ട് ആയിട്ടുള്ള ബോർഡർ ഏരിയാസ് കാത്തു സൂക്ഷിക്കുന്നവരാണ് സശസ്ത്ര സീമാ ബെൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്തായാലും ഈ ഫോഴ്സുകളൊക്കെ തന്നെ ഹെഡ് ചെയ്യുന്ന, ഈ ഫോഴ്സിനെയൊക്കെ ഹെഡ് ചെയ്യുന്ന, അതായത് ഈ ഇൻഡിവിജ്വൽ ഫോഴ്സുകളിലൊക്കെ തന്നെ ഹെഡായിട്ട് പലപ്പോഴും വരുന്ന IPS ഉദ്യോഗസ്ഥരായിരിക്കും. ഈ ഒരു ഓൾ ഇന്ത്യ സർവീസിലൂടെ സിവിൽ സർവീസിന്റെ ഓൾ ഇന്ത്യ ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന IPS ഉദ്യോഗസ്ഥരായിരിക്കും ഈ ഫോഴ്സുകളിലൊക്കെ തന്നെ ഹെഡായിട്ട് പലപ്പോഴും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് യൂണിയൻ ക്യാബിനറ്റ് പേവ്സ് വേ ഫോർ 8 റെയിൽവേ ലൈൻ പ്രോജക്ട്സ്. അതൊരു ടോപ്പിക്, PMAYU 2.0. ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതാണ്. മെയിൻലി പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള ആദ്യം നമുക്ക് പഠിക്കാം. പേര് പോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും നല്ല വീടുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ഓവർ ഇന്ത്യ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സേഫ് ആയിട്ടുള്ള ലിവിംഗ് കണ്ടീഷൻസ് ഒരുക്കുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകൾക്കും പുക്ക ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചുറപ്പുള്ള കെട്ടിടം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് പണിത കെട്ടിടങ്ങൾ, ബ്രിക്സ് ആൻഡ് മോട്ടർ, നമ്മുടെ കട്ടയും സിമെന്റും ഇപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബ്രിക്ക് ആൻഡ് മോട്ടർ അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ നല്ല തടി ഉപയോഗിച്ചിട്ട്, മീൻസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹൗസുകളെയാണ് നമ്മൾ ഈ പുക്ക ഹൗസസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പുക്ക ഹൗസസ് ഈ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്, സ്ട്രോങ് ഹൗസസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിന് 2 വേരിയന്റ് ഉണ്ട്, അർബനും ഉണ്ട് റൂറലും ഉണ്ട്. റൂറൽ അപ്പൊ എങ്ങോട്ടേക്കുള്ളതായിരിക്കും? റൂറൽ ഏരിയാസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്കീം ആയിരിക്കും. അർബൻ എന്ന് പറയുമ്പോൾ അർബൻ
അർബൻ ഏരിയാസിലെ ആ ഒരു ഹൗസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇവിടെ വർക്കിംഗ് ഉള്ളതായിരുന്നു. ഇതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ, അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം നോക്കിയാൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 സ്കീം എ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അഡ്രസിംഗ് ദ ഹൗസിംഗ് നീഡ്സ് ഓഫ് അർബൻ. ഇത് അർബനിലേക്കുള്ള സ്കീം ആയതുകൊണ്ടാണ് ഹൗസിംഗ് നീഡ്സ് ഓഫ് അർബൻ എന്നറിയപ്പെടുന്നത്. റൂറൽ ആണെങ്കിൽ ഹൗസിംഗ് നീഡ്സ് ഓഫ് റൂറൽ പൂർ ആൻഡ് മിഡിൽ ക്ലാസ് എന്നറിയപ്പെട്ടതാണ്. ഇവിടെ അർബൻ പൂർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലീസ് ഇൻ ഇന്ത്യ ആണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്, വീട് ഒക്കെ പണിയാനായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നമ്മൾ ബേസിക്കലി, ധനസഹായമാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതിന് ധനസഹായം കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ധനസഹായം കൊടുക്കുന്നത്. ഒന്ന് EWS കാറ്റഗറി ഉള്ളത്. EWS കാറ്റഗറി ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ധനസഹായം കിട്ടണമെങ്കിൽ അവരുടെ ആനുവൽ ഇൻകം എത്രയിൽ ക്രോസ് ചെയ്യാൻ പാടില്ല? 3 ലക്ഷത്തിന് ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ആനുവൽ ഇൻകം 3 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലേ ആകാൻ പാടുള്ളൂ. അതായത് 6 ലക്ഷം ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3-ന് താഴെയാണെങ്കിൽ EWS റിസർവേഷനിലൂടെ നമുക്ക് എലിജിബിലിറ്റി കിട്ടും. ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ആനുവൽ ഇൻകം ഫ്രം 3 lakh അപ് ടു 6 lakh, 6 lakhന് മുകളിൽ പോകാൻ പാടില്ല. മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ആനുവൽ ഇൻകം ഫ്രം 6 lakh ടു 9 lakh ആയിരിക്കണം. ആ ഒരു കാറ്റഗറിയിലാണെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ് കണക്കാക്കി നമുക്ക് അതിനുള്ള ധനസഹായമായിരിക്കും മെയിൻലി കിട്ടുന്നത്. സോ ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, ബെനിഫിഷ്യറീസ് മസ്റ്റ് നോട്ട് ഓൺ എ പുക്ക ഹൗസ്. അതായത് രാജ്യത്ത് എവിടെയെങ്കിലും ഇവരുടെ പേരിൽ ഒരു പുക്ക ഹൗസ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വീടില്ലാത്ത ആളുകൾക്കാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ധനസഹായത്തിലൂടെ വീടുകൾ വെച്ച് നൽകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ മെയിൻലി പഠിക്കേണ്ടത്. പിന്നെ സ്കീം പഠിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ബേസിക് എയിം ഇത്ര കൊണ്ട് നമ്മൾ പഠിച്ചു. ഇനി ഓർക്കേണ്ടതാണ് മിനിസ്ട്രി. ഇത് ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഇവിടെ നടത്തുന്നു. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. ഇനി ഇതിന്റെ ഫണ്ടിംഗ് പാറ്റേൺ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ചില കാര്യങ്ങൾ സെൻട്രലി സ്പോൺസർഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സ്കീം സെൻട്രൽ സെക്ടർ സ്കീം ആയിട്ടാണ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ഓർത്തിരിക്കാം. സോ അത്രയാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒരു ചോദ്യമാണ് ചെയ്യുന്നത്, പ്രിലിംസ് ബേസ്ഡ് MCQ. ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ അല്ല റൂറലുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വരിക. പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് റൂറലും കയറി വരും കേട്ടോ, അർബന്റെ മാത്രമല്ല റൂറലും കൂടെ കയറി വരും. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇതൊരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് വരച്ച് വായിച്ച് നോക്കി പഠിച്ചിട്ട് അതിന്റെ ആൻസർ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.